ഹലോ ഡിയർ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈവനിങ് റൊട്ടീനെ പറ്റിയാണ് കേട്ടോ. നമുക്ക് പലർക്കും ഒരു ചിന്തയുണ്ട്, മോർണിംഗ് റൊട്ടീനാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഡേ മുഴുവൻ വെൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവനിങ്ങും അതുപോലെ തന്നെ സന്ധ്യയും രാത്രിയും ഇതൊക്കെ കുറച്ച് തളർന്നിരുന്നാലും കുഴപ്പമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ കിടന്നുറങ്ങിയാൽ മതി, മോർണിംഗ് ആൻഡ് ഡേ ടൈം വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ മതി എന്നുള്ളൊരു അബദ്ധ ചിന്ത നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. ഈവൻ എനിക്കും ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം നമ്മൾ ഓഫീസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴൊക്കെ നമ്മൾ വളരെയധികം തളർന്നു പോകും. അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്തിരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രാത്രിയായി എങ്ങനെയെങ്കിലുമൊക്കെ ഉറങ്ങാൻ പോകുന്ന ഒരു പ്രവണതയാണ് പലർക്കും ഉള്ളത്. ഇത് ഏറ്റവും കൂടുതലുള്ളത് വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ അതൊരു തെറ്റായ ചിന്തയാണ് എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ വൈകുന്നേരങ്ങൾ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഹാബിറ്റിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് പിറ്റത്തെ ദിവസത്തിലേക്ക് നമുക്ക് ഉണരാൻ പറ്റും എന്നുള്ളതാണ്. നല്ല ഒരു ഫ്രഷ് ആയിട്ട് ഉണരണമെങ്കിൽ നല്ലൊരു രാത്രിയും നല്ലൊരു ഈവനിങ്ങും തലേ ദിവസം കിട്ടണം, എന്നാലേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഒരു മോർണിംഗ് നന്നായി എന്ന് കരുതി ഈവനിങ് നമുക്ക് ഉഴപ്പാൻ പറ്റില്ല, ഈവനിങ് നന്നായി എന്ന് കരുതി പിറ്റേ ദിവസം മോർണിംഗ് നമുക്ക് ഉഴപ്പാൻ പറ്റില്ല. എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ ഒരു 7 പോയിൻ്റാണ് പറയാൻ പോകുന്നത്. നമുക്ക് പലപ്പോഴും അനുഭവമുള്ള പോയിൻറ്റ്സ് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, മേ ബി ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യത്തെ പോയിൻ്റാണ് നല്ലൊരു റിലാക്സ് ടൈം വൈകുന്നേരം കൊടുക്കുക എന്നുള്ളത് കേട്ടോ. 5 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് 7 മണിക്ക് ഒക്കെ വീട്ടിലേക്ക് കൂടണയുന്ന ആളുകളുണ്ട്. വർക്ക് ചെയ്യുന്ന ആളുകളും സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളും ട്രാവൽ ചെയ്ത് വരുന്ന ആളുകളും അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ വളരെ തളർന്ന് ക്ഷീണിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയമാണ് 5 to 7 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ വളരെയധികം ക്ഷീണിച്ച് വീട്ടിലേക്ക് തിരിച്ച് റിട്ടേൺ വന്ന് എത്തിച്ചേരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ടൈമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പകൽ ചിലപ്പോൾ നമുക്ക് ക്ലാസ്സിലായിരിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ ഫോണിലൊക്കെ യൂസ് ചെയ്യാനുള്ള ടൈം വളരെയധികം കുറവായിരിക്കും. നമ്മൾ ബിസി സ്കെഡ്യൂളായിരിക്കുമല്ലോ അപ്പോൾ ഉണ്ടാവുക. നമ്മൾ വീട്ടിലെത്തി ഏറ്റവും ആദ്യം ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി റീൽസ് കാണുന്നു, പോസ്റ്റുകൾ വായിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കിടക്കും. നമ്മൾ വിചാരിക്കും ഒരു 5 മിനിറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഫോണിലിരിക്കാം എന്നൊക്കെ കേട്ടോ. നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാതെ മണിക്കൂറുകളായിരിക്കും നമ്മുടെ ഈ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മുടെ ഒരു വിലപ്പെട്ട പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം കവർന്നെടുക്കുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ തന്നെ ഫോണിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ രണ്ടും വേണം, നമുക്ക് റിലാക്സ് ടൈമും വേണം, ഫോണും യൂസ് ചെയ്യണം. പക്ഷേ നമ്മുടെ വൈകുന്നേരത്തെ ടൈം ഫോൺ അപഹരിക്കാനും പാടില്ല. അപ്പോൾ അതിനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു റിലാക്സ് ടൈം ഫിക്സ് ചെയ്യുക എന്നുള്ളത്, നമുക്ക് എന്തായാലും റെസ്റ്റ് വേണം. സോ ഒരു 6 മണിക്ക് വീട്ടിലേക്ക് എത്തിയിട്ടുള്ള ആളാണെങ്കിൽ ഒരു 6:30 അല്ലെങ്കിൽ ഒരു 6:45 അത്രയും ഒരു ടൈം നമ്മൾ തന്നെ കൊടുക്കുക. ഒരു 45 മിനിറ്റ്സ് ബോണസ് ആയിക്കോട്ടെ, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ, നമ്മളങ്ങ് പണിയെടുക്കുന്നവരല്ലേ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടൈം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കാം. ചായയോ കാപ്പിയോ എന്തെങ്കിലും ഒരു ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ചൂടുവെള്ളം തണുത്ത വെള്ളം അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം ഓരോരുത്തരുടെ രീതി അനുസരിച്ച്. ഒരു ടീ ബ്രേക്ക് ആയിട്ടോ കോഫി ബ്രേക്ക് ആയിട്ടോ ഒക്കെ ഈ ഒരു 30 മിനിറ്റ്സിന് ഒരു 30 to 45 മിനിറ്റ്സിന് നമുക്ക് നമ്മളെ തന്നെ ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. സെൽഫ് പ്ലഷർ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയും നേരം വേണമെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം. ഫോണിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ, ചായ കുടിക്കാം, ഭക്ഷണം ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ കഴിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയം അത് നമ്മൾ ആ റിലാക്സേഷൻ എന്നുള്ളൊരു ടൈമിന് കൊടുക്കുക. നമ്മുടെ ബോഡിക്ക് നമ്മളെപ്പോഴും റെസ്റ്റ് കൊടുക്കണം. ഒന്ന് കഴിഞ്ഞ് ഒന്ന്, അത് കഴിഞ്ഞൊന്ന്, അത് കഴിഞ്ഞൊന്ന്, അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മുടെ ബോഡിയെ ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കരുത്. ഡു നത്തിങ് എന്നൊക്കെ പറയില്ലേ, ഒന്നും ചെയ്യാതെയും ഇരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സമയം നമ്മൾ ഈവനിങ് എപ്പോഴും നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ്, നമ്മളൊന്ന് ക്വിക്കായിട്ട് ഒന്ന് ഫ്രഷനപ്പ് ആവുക. അതായത് വലിയ ആർഭാടമായിട്ടുള്ള കുളി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് കാലും കൈയും കഴുകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എത്ര നേരത്തെ ഡിന്നർ കഴിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് എന്നാണ് പറയുക. നമ്മുടെ ബെഡ് ടൈമിനും ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ മുൻപ് നമ്മൾ ഡിന്നർ കഴിച്ചിരിക്കണം എന്നാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും പിന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഏറ്റവും നല്ലത്. നമ്മൾ ഉറങ്ങുന്നതിനൊരു 2 or 1.5 മണിക്കൂർ മുൻപ്
ഭക്ഷണം കഴിക്കുകയാണ്, ഡിന്നർ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ നമുക്കൊരു സമയം എടുക്കുമല്ലോ. മോസ്റ്റ്ലി ആളുകൾ എപ്പോഴും ഡിന്നർ വളരെ ചെറിയ രീതിയിലാണ് കഴിക്കുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ ചെറിയ രീതിയിലാണ് കഴിക്കേണ്ടത് എന്ന് തന്നെ പറയാം. ഒരുപാട് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളൊന്നും നമ്മൾ ഡിന്നറിൽ ആഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ശീലങ്ങളും ഒക്കെ എന്താണ് നമുക്ക് പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകും, ഭക്ഷണം കഴിക്കും, വീട്ടിൽ വറുക്കും പൊരിക്കും, അങ്ങനെയൊക്കെയാണ്. അതവിടെ നിൽക്കട്ടെ, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പം നമ്മൾ ഡിന്നർ പ്രിപ്പയർ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ കഴിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ്, നമ്മൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 2 hours അല്ലെങ്കിൽ ഒരു 3 hours നമുക്ക് ബെഡ് ടൈമിന് മുന്നേ കിട്ടും. ഈ 3 hours എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയമാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പ്ലാൻ സംതിങ് ഫോർ നെക്സ്റ്റ് ഡേ എന്നുള്ളതാണ്. അതായത് ഈ ടു ഡു ലിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, കൂടുതലും ആളുകൾ രാവിലെ എണീറ്റിട്ടാണ് അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഫുള്ള് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ചെറിയ ചെറിയ സ്റ്റിക്കി നോട്ട്സിലൊക്കെ നമ്മുടെ പ്ലാൻസും നമ്മുടെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി നമുക്ക് കാണുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഡയറിയുടെ ഉള്ളിൽ, ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഓഫീസ് ഡയറി ഉണ്ടാവുമല്ലോ, ഡെയിലിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് മറക്കാതെ എഴുതി വെക്കുന്ന ഒരു ഡയറി ഉണ്ടാവുമല്ലോ. ആ ഡയറിയിലൊക്കെ എഴുതി വെക്കാനൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ആ ഒരു കറണ്ട് ഡേ ചെയ്യാതെ തലേ ദിവസം, അതായത് പ്രീവിയസ് ഡേ നൈറ്റ് അല്ലെങ്കിൽ ഈവനിങ് അത് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് പിറ്റത്തെ ദിവസത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാനുണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരാളുണ്ടായിരിക്കും, ആ ആളെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും കൊടുക്കാനുള്ള കാര്യം വീട്ടിൽ നിന്ന് മറക്കാതെ എടുക്കാനുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓഫീസിലായിക്കോട്ടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരിക്കും, ചില കാര്യങ്ങൾ വാങ്ങാനുണ്ടായിരിക്കും തിരിച്ചു വരുന്ന വഴിക്ക്, ആരെങ്കിലും കോൾ ചെയ്യാനുണ്ടാവും, എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് നമുക്ക് കൊടുക്കാനുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിറ്റത്തെ ദിവസത്തേക്ക് ചെയ്യാനുണ്ടായിരിക്കും. രാവിലെ എണീക്കുമ്പോൾ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് തലേ ദിവസം ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ അടുത്ത ദിവസത്തിനെ കുറിച്ചൊരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് സ്വയം നമ്മൾ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നാലാമത്തെ പോയിൻ്റാണ് ഫാമിലി ടൈം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി ഒരുപാട് പറയാനുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഫാമിലി ടൈം എന്ന് പറയുന്നത്. നമ്മളായിരിക്കുന്ന ആ ഒരു സ്ഥലം, നമ്മുടെ ഫാമിലി, നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നമ്മുടെ മക്കൾ, നമ്മുടെ പാരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, ഇവരെല്ലാവരും എല്ലാ ദിവസവും ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര സന്തോഷമുള്ളൊരു ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കറണ്ടൊക്കെ പോണ സമയത്ത് അല്ലെങ്കിൽ രാത്രി നമുക്കൊരു നൈറ്റ് പ്രയറൊക്കെ ഉണ്ടാവുമല്ലോ, കുരിശുവര എന്നൊക്കെയാണ് നമ്മളതിന് പറയുക. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുറത്ത് ബാക്കിൽ മുറ്റത്ത് പപ്പയും ഞങ്ങളും സംസാരിക്കും എന്തെങ്കിലുമൊക്കെ. ഇങ്ങനെ അതും ഇത് ഒരു കാര്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യമുള്ള ചില കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ സംസാരിക്കും. അത് മിക്കവാറും അത് ഇരുട്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയൊരു ഇരുട്ടിൽ, ചെറിയ ഒരു വെളിച്ചത്തിൽ, ചീവീടിൻ്റെയൊക്കെ ശബ്ദത്തിൽ, എന്തെങ്കിലുമൊക്കെ പാട്ട് അകലെന്ന് കേൾക്കുന്ന സമയത്ത്, ചെറിയൊരു കാറ്റിൻ്റെ ഒരു അകമ്പടിയോടെയൊക്കെ നമ്മളായിരുന്ന് സംസാരിക്കുന്ന ആ ഓർമ്മയൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറീസാണ്. ആ ഒരു ടൈമിലാണ് നമ്മുടെ ഫാമിലിയുടെ ഒരു സ്ട്രെങ്ത് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് വളരെയധികം വളരാൻ ഇങ്ങനത്തെ ഫാമിലി ടൈം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അന്ന് നടന്ന കാര്യങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ പറയണമെന്ന് ആഗ്രഹമുള്ള ഫാമിലി മെമ്പേഴ്സിനോട് അത് ഷെയർ ചെയ്യുന്നതും അവരുടെ എന്തെങ്കിലും ഒപ്പീനിയൻ സീക്ക് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ ഫാമിലി ടൈം വളരെയധികം നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇന്നത്തെ മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മളെല്ലാവരും ഫോണിന് ഒരുപാട് അഡിക്റ്റഡ് ആണ്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഫോൺ യൂസ് ചെയ്യാം എന്നുള്ളൊരു പ്രിവിലേജ്ഡ് സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ മാറി നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 hour എന്നൊന്നും പറയുന്നില്ല, ഈ പറയുന്ന പോലെ ഹാഫ് ആൻ അവർ എങ്കിലും അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നമ്മൾ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുക. വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഒരു 4ാം ക്ലാസ്സിന് താഴേക്കുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം അവർ ഈ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുന്നതും ചെറിയ ചെറിയ നോട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതൊക്കെ കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. നമ്മളും ഒരു റിലാക്സേഷൻ മോഡിലേക്ക് പോകും. നമ്മുടെ സ്ട്രെസ്സൊക്കെ പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. ഫാമിലി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കൂട്ടിച്ചേർത്ത് പിടിക്കേണ്ട, നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ ഈ കൈപ്പിടിയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ എപ്പോഴും നമ്മൾ രാത്രി മുടങ്ങാതെ ഫാമിലി ടൈം എന്നുള്ള ആ ഒരു ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ഈ പറയുന്ന പോലെ അലാം വെച്ച് ബെല്ലടിച്ച് എല്ലാവരും ഇവിടെ വന്നിരിക്കൂ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം അങ്ങനെയൊന്നുമല്ല. അത് കുറച്ച് ദിവസം നമ്മളങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ കളിച്ച് ചിരിക്കുമ്പോഴൊക്കെ പതുക്കെ അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഡെയിലി റൊട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അത് കണ്ട് നമ്മുടെ അടുത്ത ജനറേഷൻ കുഞ്ഞു മക്കൾ അത് പഠിക്കും, അവരും ആ വാല്യൂ കണ്ടിന്യൂ ചെയ്ത് പോകും എന്നുള്ളതാണ് കേട്ടോ.
അഞ്ചാമത്തെ പോയിൻ്റാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ജേർണലിംഗ് എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരു പോയിൻ്റ് തന്നെയാണ്. നമ്മൾ എല്ലാ ദിവസവും രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ബെഡ് ടൈമിന് തൊട്ട് മുൻപ് നമ്മുടെ ഡെയിലി നടന്നിട്ടുള്ള കാര്യങ്ങൾ എല്ലാം, ഞാനിന്ന് ഇത്ര മണിക്ക് എണീറ്റു പല്ലിച്ച് കുളിച്ചു അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു ദിവസമായിരിക്കും. നമുക്ക് ചിലപ്പോൾ തോന്നും ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചത്, പ്രത്യേകിച്ചൊന്നും ഉണ്ടായൊന്നുമില്ല എന്നൊക്കെ തോന്നും. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ റോഡിൽ ഇറങ്ങുന്ന ടൈമിൽ അൺനോൺ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് പോലും ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതൊക്കെ ഒരു സന്തോഷങ്ങളാണ് നമുക്ക്. ആ ഒരു ചിരിയിലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ഓടാനുള്ള ഒരു ഫ്യൂവൽ എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ട് റോഡിലേക്ക് ഇറങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴക്ക് കൂടിയിട്ടോ പാർട്ട്ണറിൻ്റെ അടുത്ത് തല്ലുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമായിട്ടോ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിട്ടോ ഒക്കെ നമ്മൾ ചിലപ്പോൾ ഒന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമുക്കറിയാത്ത, നമുക്ക് ജസ്റ്റ് പരിചയം മാത്രമുള്ള ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് മനോഹരമായിട്ട് ചിരിക്കുന്നത്. അത് നമ്മൾ ജേർണലിങ്ങിൽ നമ്മുടെ ഒരു ഡയറിയിൽ നമ്മൾ നോട്ട് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് നമ്മളത് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ദിവസമായിരിക്കും നമ്മളത് വായിക്കുന്നത്. നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. നമ്മുടെ ആ ഒരു ദിവസത്തിന് തന്നെ ചിലപ്പോൾ പോസിറ്റീവ് ആക്കാൻ നമ്മുടെ ഒരുപാട് കാലം മുന്നത്തെ മെമ്മറീസ് വായിക്കുമ്പോൾ ചെറിയ 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 സംഭവങ്ങൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും. ഇതെനിക്ക് പേഴ്സണലി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ കാര്യങ്ങളും പകർത്തി എഴുതുന്നതല്ല. നമുക്ക് അന്ന് സന്തോഷം തോന്നിയ കാര്യം, വിഷമം തോന്നിയ കാര്യം, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നിയ എന്തെങ്കിലും കാര്യം, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ചെറിയ ചെറിയ വിഷമങ്ങൾ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ, സന്തോഷമുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ അത് ഡബിൾ ആവുന്നതായിട്ടും സങ്കടമുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി പോകുമ്പോൾ ആ സങ്കടത്തിൻ്റെ ആ ഒരു വോള്യം കുറയുന്നതായിട്ടും നമുക്ക് അറിയാൻ പറ്റും. ഇതെനിക്ക് പേഴ്സണലി അനുഭവമുള്ള കാര്യമാണ് കേട്ടോ. ആറാമത്തെ പോയിൻ്റാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യമാണ്, എക്സെപ്റ്റ് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ ഉള്ളവർ. ഫോൺ അഡിക്ഷൻ ഉള്ളവർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വന്നു കഴിഞ്ഞാൽ അത്രയും നേരം ഫോണിൽ ഇങ്ങനെ യൂസ് ചെയ്ത് 4-5 മണിക്കൂർ യൂസ് ചെയ്ത് കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ ഡിന്നർ കഴിക്കാൻ വിളിച്ച് അതും കഴിച്ച് ആ കഴിക്കുന്ന സമയത്തും അവർ ഫോൺ യൂസ് ചെയ്ത് ചുമ്മാ അങ്ങ് പോയി കിടക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ അല്ലാത്ത ഒരു ഭൂരിഭാഗം ആളുകളും രാത്രി പേഴ്സണൽ ഹൈജീൻ ഫോളോ ചെയ്യുന്ന ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പേഴ്സണൽ ഹൈജീനിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നല്ല ഉറക്കത്തിന് ഒരു മൈൽഡ്, ഒരു ചെറിയ ചൂടുള്ള ഒരു ചൂടുവെള്ളത്തിൽ നല്ലൊരു ഷവർ എടുക്കുന്നത് നന്നായിട്ട് നമുക്ക് ഉറക്കം കിട്ടാനും നമ്മുടെ ബോഡി ഒന്ന് കാം ആകാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നൈറ്റുള്ള നമ്മുടെ ബ്രഷിങ്ങും നല്ലൊരു ഫേസ് വാഷ് കൊടുക്കുന്നതും പിന്നെ നമുക്ക് ആവശ്യമുള്ളൊരു മോയ്സ്ചറൈസർ കൊടുക്കുന്നതും അതൊക്കെ ഈ പറയുന്ന പോലെ പേഴ്സണൽ ഹൈജീനിൽ പെട്ട കാര്യങ്ങളാണ്. പേഴ്സണൽ ഹൈജീൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്ന കാര്യമാണ് നാളത്തേക്ക് നമുക്ക് വെയർ ചെയ്യാനുള്ള അറ്റയർ അല്ലെങ്കിൽ യൂണിഫോം ആയിക്കോട്ടെ, നമുക്ക് എങ്ങനെയും പോകാനുള്ള ഡ്രസ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുക, അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഈ പേഴ്സണൽ ഹൈജീനിലും അല്ലെങ്കിൽ നാളത്തേക്കുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യത്തിലും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏറ്റവും അവസാനത്തെ പോയിന്റ്, ഏഴാമത്തെ പോയിന്റാണ് ഏർലി ടു ബെഡ് എന്നുള്ളത്. എത്ര നേരത്തെ ഉറങ്ങാൻ പറ്റുമോ അത്ര നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം. അതേ പറയുന്ന പോലെ 7 മണിക്കൊന്നും കിടന്ന് ഉറങ്ങണം എന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷേ ഒരു 10-10:30 നമ്മൾ ഒരു 11 മുന്നേയൊക്കെ നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 7 hours നല്ല ടൈറ്റ് സ്ലീപ്പ് കിട്ടാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് കിടന്നുകൊണ്ട് ഫോൺ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് കേട്ടോ. ഉറങ്ങുന്നതിനൊരു 1 hour മുന്നേയൊക്കെ ഫോൺ യൂസ് ചെയ്യരുത് അല്ലെങ്കിൽ ഫോൺ എടുത്ത് മാറ്റി വെക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ കാലത്ത് പോസിബിൾ ആണോ, എത്രത്തോളം ടെക്നിക്കലി പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, നമ്മൾ ബെഡിൽ കിടക്കാൻ വേണ്ടി കിടന്നിട്ട് അപ്പോൾ നമ്മൾ ഫോൺ എടുത്ത് ഉപയോഗിച്ച് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം അപ്പോൾ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആപ്സും ഓരോ അക്കൗണ്ട്സും നമ്മുടെ തന്നെ പേഴ്സണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. കാരണം എപ്പോഴും നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സോ ബെഡിൽ കിടന്നുകൊണ്ടുള്ള ഫോൺ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമ്മളിവിടെ ഒരു 7 പോയിൻ്റാണ് പറഞ്ഞത്. 7 കാര്യങ്ങളാണ് നമുക്ക് ഈവനിങ് റൊട്ടീനിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ശീലങ്ങളാണ്. ഇതിലും ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഇതിനോട് കൂടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റുന്ന നല്ല എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം, കമൻസിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. Bye-bye and thank you.